ഹലോ ഗൈസ്, ഇന്നാണ് ജൂൺ 3. ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. നല്ല മടിയുണ്ട് നീക്കാൻ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മഞ്ഞ് ഇവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക്. നല്ല രീതിയിൽ തണുപ്പുണ്ട്, നീക്കാൻ തോന്നില്ല, നല്ല മടിയുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ മടിച്ച് സ്കൂളിൽ പോകണ്ടല്ലോ, സ്കൂളിൽ വെറുതെ കിടന്നുറക്കണ്ടല്ലോ വെച്ചിട്ട് സ്കൂളിൽ പോകണ്ടെന്ന്. എന്തായാലും ഇപ്പോൾ ഏകദേശം 6 മണിക്ക് നമ്മൾ നീറ്റിട്ടുണ്ട്. ഇന്നൊരു വെറുതെ വ്ളോഗ് അയക്കുന്നു. നമ്മൾ പഠിക്കണമൊന്നുമില്ല, വെറുതെ കാര്യമായിട്ട് ആദ്യ ദിവസം തന്നെ അത് പഠിക്കാനൊന്നും നോക്കില്ല. സ്കൂളിലേക്ക് പോകുന്ന ദിവസം നമുക്ക് നേരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കിത് കാണാൻ പറ്റും. എന്താണിത്? നമുക്ക് കൂടി അലങ്കോലമായി കിടക്കുന്നത്. നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ ഇതൊക്കെ സെറ്റാക്കി എടുക്കുക. അവിടെയൊക്കെ വൃത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ തുടങ്ങാം അത് നേരെ. അപ്പോൾ ഗൈസ്, ഇതാണ് ഇപ്പോൾ വൃത്തിയാക്കിയിട്ടുള്ള സെറ്റപ്പ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൃത്തിയാണ്. നേരത്തെ നല്ലതായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇത്രത്തോളം ചണ്ടിയാണ് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടി. കാണാൻ പറ്റും ഇത്രത്തോളം ചണ്ടി. എന്താണ് ഇത്രത്തോളം ഉള്ളതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. ഫുൾ മുട്ടായിൻ്റെ കവറാണ്. ഫുള്ളൊന്നല്ല, അധികം മുട്ടായിൻ്റെ കവർ തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഇന്നലെ ഇനി സ്കൂളിലേക്ക് പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ്. ബുക്ക്, ഇത്രയും ബുക്ക് വാങ്ങിയിട്ടുണ്ട്. ആദ്യക്ക് വേറെയും വാങ്ങിന്. പിന്നെ സൈഡ് ബാഗ്, ഇത് അത്യാവശ്യം വില കുറവിൻ്റെ ബാഗാണ്. ഒരു സിബുണ്ട്, ഇവിടെ ഒരു സിബുണ്ട്. അങ്ങനെ ഒരു സൈഡ് ബാഗാണ് വാങ്ങിയത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ പേനയ്ക്ക് ഗിഫ്റ്റ് ഇട്ടാണ്. 2 പേന ഉണ്ടായിരുന്നു. ഒന്ന് ആദ്യം കൊടുത്ത്. ഈ പേനയ്ക്ക് ഫുൾ A+ കിട്ടിയ ആൻറ്റി ഗിഫ്റ്റ് എന്നാണ്. പിന്നെ അതിൻ്റെ മുന്നേ അച്ഛൻ ഒരു ചെറിയ കേക്കൊക്കെ വാങ്ങിയിരുന്നു. അതിൻ്റെ ഫോട്ടോ അവിടെ കൊടുക്കുക സൈഡിൽ. അപ്പോൾ പിന്നെ ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് നോക്കുക. കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിയാണ്. എന്താ ഒരു പേന, ഇതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. അത് ഇതിൻ്റെ കൂടെയുള്ളതാണ്. അതിനെത്രയായിരുന്നു ചോട്ടെ? അതിന് 50 റുപ്യറ്റാണ്. ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് പല കാലത്തുള്ള ഇമ്പോർട്ടൻ്റ് ഉള്ളത് നമുക്ക് മാർക്ക് ചെയ്യാം. പിന്നെ കുറച്ച് പേനകൾ, ഇത് പെൻസിൽ, മറ്റേ സാധനം മൂട്ട് കൂടെ ഇടണേ. പിന്നെ ഇതൊക്കെ എന്തോ പെൻസിലാണ്. പിന്നെ പേനകൾ തന്നെ, റബ്ബർ, കട്ടർ, അതൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ പോയി വാങ്ങി. ഇത്ര ഒന്നുമല്ല, ഞാൻ അതിൻ്റെ ഉണ്ട്. പിന്നെ നമ്മൾ ബാഗ് വാങ്ങി, ചെരുപ്പൊക്കെ വാങ്ങിന്. ഒക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. ഗൈസ്, ഇപ്പോൾ ഏകദേശം 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എക്സാമിനറിൻ്റെ ടീഷർട്ടാണ് ഇട്ട്. ഇനിയിപ്പോൾ പല്ല് വെച്ചിട്ട് എല്ലാ പണിയും കഴിക്കാണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ബാഗ് പാക്കിംഗ് ആണ്, വേറെ ഒന്നുമില്ല. ഒരു ബുക്ക് കയറില്ല, ഒരു ബുക്ക്, പിന്നെ ഒരു കുട ആവശ്യം വരും, മഴ ഇതാ. പിന്നെ ഒരു പേനും ഒരു പാസ്സാകും. മതി. ഇന്ന് ഉച്ചയ്ക്ക് വിടുന്നതാണ് തോന്നുന്നത്, അറിയില്ല. പാസ് ഇതാണ് പാസ്. അപ്പോൾ അത് എടുത്തേക്കുക. പാസ് എടുത്ത് വെച്ചിട്ട് ബാഗ് നമുക്ക് ആവശ്യം ചില്ലറ പൈസ. ചില്ലറ 5 റുപ്യാണ്. നമുക്ക് അവിടെ പോയി അങ്ങോട്ട് പോകാൻ 5 റുപ്യ, ഇങ്ങോട്ട് വരാനും 5 റുപ്യ. ഇന്ന് 5 രൂപ കണ്ടെത്തുന്ന കുറച്ച് ടാസ്ക്കൊന്നുമല്ല. 2-5 എടുത്ത് ബാക്കിടാം. ഗായ്സ്, ആർക്കെങ്കിലും അറിയാം ഈ 2 റുപ്യക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് പറഞ്ഞു. ഈ പ്ലസിൻ്റെ 2000 റുപ്യ കിട്ടുന്ന എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. ഇന്ന് തള്ളാണ് അറിയില്ല. ആർക്കെന്തെങ്കിലും അറിയാണെങ്കിൽ പറയാം. പിന്നെ വേറൊരു 50 കൂടി എടുക്കുന്നുണ്ട്. ഇന്ന് ചോറുണ്ടോ ഇല്ല, ചിലപ്പോൾ വൈകുന്നേരം വരെ ഉണ്ടെങ്കിൽ ഇളിയും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി തിന്നണം, വല്ല പൊറാട്ടയൊക്കെ. അപ്പോൾ ഗൈസ്, ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. അത്ര തീരെ കനമില്ല. ഇന്ന് മാത്രമേ കനമില്ലാതെ കൊടുക്കും, നാളെ ഇതിൽ നല്ല കനം ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഗൈസ് ഫാൻ്റെ ഷർട്ടും. ഷർട്ട് യൂണിഫോമിൻ്റെ ഫാൻറ്റിൽ കുഴപ്പമില്ല. ഷർട്ട് ഒരു മാതിരി വെള്ള ചടപ്പാണ്. വെള്ളയമ്മ വരണ്ട്, കാണാൻ കഴിയില്ല. അധികം പച്ച വരണ്ട്. വാഴക്കാടിൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. നിങ്ങളാരെങ്കിലും ഇസ്തിരി ഇടാതെ സ്കൂളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ഞാൻ അങ്ങനെയാണ്. ഇസ്തിരി ഇടുന്നൊക്കെ വലിയ ചടപ്പാണ്. ഇത് വെറുതെ ഇസ്തിരി ഇട്ടിട്ട്. അപ്പോൾ ഗൈസ്, യൂണിഫോം ഇട്ടിട്ടുണ്ട്. ഇതാണ് യൂണിഫോം. ഫാമിലി ഉണ്ട്. ആദ്യം എന്തെങ്കിലും പറയാനുണ്ടോ? അവൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ട്? ഇവൻ ട്യൂഷൻ ഉണ്ട്, അതിനോണ്ടാണ് ഇത്ര നേരത്തെ 8:15 പോകണേ. ട്യൂഷൻ ഉണ്ട് ഓഫ്ലൈനായിട്ട്. ഇവൻ ട്യൂഷൻ ഉണ്ട്. പിന്നെ ബസ് 8:25 ബാഗൊക്കെ അവിടെ ഉണ്ട്. കിടണോ? അപ്പോൾ ആർക്കെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് വിടണമല്ലോ, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ മടിയുള്ളവരൊക്കെ എങ്ങനെ ഈ മഴയൊന്നും പെയ്യില്ല, എന്നാലും വെയിലൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്. മടിയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ഇനി എന്തായാലും സ്കൂളിൽ പോയിട്ട് കാണാം. 8 മണി ആയിട്ടുണ്ട്. 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വാച്ചിട്ട് കാണാം. ഇത് താഴത്തെത്തിയിട്ട് കാണിച്ചുതരാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നലെ വാങ്ങിയ ചെരുപ്പ്. ഏകദേശം 250 റുപ്യറ്റാണ്. ഇത് വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ്.
നല്ല ബാഗൊക്കെ ഉണ്ട്. ഇപ്പം ഏകദേശം എന്താ 8:05 ഇപ്പോൾ നമ്മൾ പോവുകയാണ്. ഇനിയിപ്പോൾ വന്നിട്ട് കാണാൻ ഉച്ചയ്ക്ക് ഇട്ടാണെങ്കിൽ നേരത്തെ എത്തും, അല്ലെങ്കിൽ നേരം വൈകിട്ട് എത്തും. എന്തായാലും ഇനി വന്നിട്ട് കാണാം. ഓട്ടെ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 1:15 കാണിച്ചിട്ട് കാണാൻ കയറിയില്ല. 1:15 ഉച്ചയ്ക്ക് കറക്റ്റ് വിട്ടു. കറക്റ്റ് 12:30 വിട്ടു. 12:35 ബസ് എത്തി. അരമണിക്കൂറിനുണ്ട് ബസ് അങ്ങാടിയിലെത്തി. 10 മിനിറ്റ് കൊണ്ട് ഇവിടെ നടന്നെത്തി. അത്യാവശ്യം നല്ല ഇതുണ്ടായിരുന്നു. ആദ്യം ഇപ്പോഴും വിട്ടില്ല. അപ്പോഴും കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടോ ഞാൻ എത്രാം ക്ലാസ്സിലാണെന്നൊക്കെ. ഞാൻ ഇപ്പോൾ +2-ലാണ്. എൻ്റെ അനിയപ്പോൾ 8-ലാണ്. ഓനെയാണ് പോയത്. ബാഗ് വെറുതെ എടുത്ത് കൊടേൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. വെറുതെ കാനം താങ്ങി ഇന്ന് വരെ ക്ലാസ് എടുത്ത് കുറച്ചൊക്കെ. നല്ല സീനൊന്നുമില്ല. ഇനിയൊരു പരിഹാരം കാണണം എന്തായാലും. ഈ ഉറക്കത്തിന് എങ്ങനെയും പരിഹാരം കാണണം. ഞാനാണെങ്കിൽ ക്ലാസ്സിലിരുന്ന് ഉറങ്ങിയിരുന്നു ലാസ്റ്റത്തെ പീരീഡൊക്കെ. ടീച്ചർ പിന്നെ നോക്കി സീനൊന്നും ആയില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇനി ഉറക്കത്തിനുള്ളൊരു പരിഹാരം കാണണം, നോക്കണം. അപ്പം നീ പ്രശ്നം. അപ്പോൾ ഗായ്സ് 1:45 ഇതാ പൊരിച്ച മീനൊക്കെ ഉണ്ട്. നമ്മൾ ചോറിനാൻ പോവാണ്. ചോറിനായിട്ട് കാണാൻ നീ. അപ്പോൾ ഗായ്സ് ഏകദേശം എന്താ 2:35 ഇപ്പോൾ ഏകദേശം എല്ലാ പണിയും അത്യാവശ്യം കഴിഞ്ഞു. ചോറൊക്കെ തന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇപ്പം തന്നെ പഠിക്കാൻ ഒത്തിരിക്കില്ലേ. ചെറിയൊരു സിനിമ ഉണ്ടാട്ടെ. ഇന്നും ഇതല്ലേ ഫുൾ പഠിത്താന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഒറ്റയടിക്കൊണ്ട് മാറാനൊക്കെ കഴിയില്ല. അതുകൊണ്ടൊരു ചെറിയ സിനിമ കാണണം അല്ലേ. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഗായ്സ് ഏകദേശം 4:05 അപ്പോൾ നമ്മൾ ഇനി കെമിസ്ട്രി പഠിക്കാൻ പോവാണ്. ജെയിൻ്റെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരൊച്ച. അത് എന്താ ഹീറ്റ് ആവണമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ പ്യൂരിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ ഓഫ് ഓർഗാനിക് കെമിസ്ട്രീൻ്റെ 2ാമത്തെ പാർട്ടാണ് കാണുന്നത്. അപ്പോൾ നേരെ കാണാം. ഗായ്സ് 7 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഒരു 4 മണിക്ക് അറിയാതെ 4 മണിക്ക് ക്ലാസ് കണ്ടിരുന്നു. അപ്പോൾ അറിയാതെ ക്ഷീണം വന്നിട്ട് ഞാൻ ഉറങ്ങിപ്പോയി 5:30 വരെ. അത് കഴിഞ്ഞിട്ട് വർക്കൗട്ടും കഴിഞ്ഞ് ഏകദേശം ഫ്രഷായി. ഇപ്പോൾ 7 മണിയായിട്ട് ഇനി ഡയറക്റ്റ് തുടങ്ങാൻ പോവാണ്. ഇന്നെന്താ അറിയില്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. സ്കൂളിൽ നല്ല ഉറക്കമുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 10% നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഗായ്സ്. എന്തായാലും റോഡ് ടു 10K ആണ്. എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ നേരെ തുടങ്ങട്ടെ ഞാൻ എന്തായാലും. അപ്പോൾ ഗൈസ് ഏകദേശം 8:40 ഇപ്പോൾ ബ്രേക്ക് എടുക്കുകയാണ്. ഏകദേശം 22 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. ഇതൊക്കെ കുറച്ചൊന്നും മനസ്സിലാവില്ല. പ്യൂരിഫിക്കേഷൻ എന്താ അറിയില്ല, കുറച്ചൊരു ഇതുണ്ട്. കുറേ റിയാക്ഷൻസൊക്കെ എന്തൊക്കെ ഉണ്ടായിട്ട് ഇതിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ 3-ാം തീയതിയാണ് വീഡിയോ എടുക്കുന്നത്. ഇനി നാളെ 4-ാം തീയതി 6 മണിക്കാണ് വീഡിയോ ഇപ്പോൾ എത്തുക. അങ്ങനെ ആയിരിക്കും എല്ലാ ദിവസവും വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുത്ത് കഴിഞ്ഞ് പിറ്റേന്ന് 6 മണിക്കായിരിക്കും എത്തുക, വൈകുന്നേരം. വേറെ ഏതെങ്കിലും ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ സ്കൂൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ആ ടൈം വെച്ചത്. പിന്നെ ഈ വീഡിയോയ്ക്ക് ഏകദേശം ഒരു 250 ലൈക്ക് ഇട്ടാണ്. നമ്മൾ ഫോണും കൊണ്ട് സ്കൂളിലേക്ക് പോകണമാണ്. വെറുതെ സ്കൂളിലേക്ക് ഒരു ദിവസം പോകുന്നതായിരിക്കും, എന്തായാലും കിട്ടില്ല എന്ന് അതിനോടാണ് അങ്ങനെ പറഞ്ഞത്. 250 ലൈക്ക് ഇട്ടാണെങ്കിൽ അങ്ങനെ പോകുന്നതാണ്. പിന്നെ ഹോം ടൂറിൻ്റെ വീഡിയോ എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ഇടുക. ഒരു 5 കമൻറ്റിലേറുണ്ടെങ്കിൽ നമ്മൾ ഇടാൻ ശ്രമിക്കുക. വെറുതെ ചോദിച്ചാണ്. അപ്പോൾ ബ്രേക്ക് എടുക്കുകയാണ്. ഒരു 9:15 9:20 വരെ ബ്രേക്കാണ്. ഇനി ഇത് നോക്കില്ല, ഇത് ക്വസ്റ്റ്യൻസാണ്. കുറച്ചും കൂടി തിയറി മനസ്സിലാക്കിയിട്ട് നോക്കാവുള്ളൂ. ഇനി രാത്രി നമുക്ക് വേറെ നോക്കാം. അപ്പോൾ ബ്രേക്ക് എടുക്കാൻ പോവാം. അപ്പോൾ ഗൈസ് ഏകദേശം 9:45 കുറച്ച് ലേറ്റായി പോയി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചോറൊന്നും എടുത്ത് വെച്ചില്ലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വൈകി. അങ്ങനെയൊക്കെ കുറച്ച് നേരം പോയി. പിന്നെ ലിറ്റിൽ കൃഷ്ണ കണ്ടിരുന്നു. അങ്ങനെയൊന്നും അല്ല കേട്ടോ, എൻ്റെ അനിയത്തി ഇട്ടിട്ട് കുറച്ച് കണ്ടിരുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ക്ലാസ് തുടങ്ങാൻ പോവാണ്. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നാളെ മുതൽ എന്തായാലും ക്ലാസ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതിനോണ്ട് കുറച്ച് ബേസിക്കൊക്കെ നോക്കാം. സൊല്യൂഷനും ഞാൻ കണ്ട്, പിന്നെ മറ്റേതും ഞാൻ ഇന്നാളൊക്കെ കണ്ടിരുന്നു. ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററും കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററും ഞാൻ ഇന്നാളൊക്കെ കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിപ്പോൾ മാത്സിൻ്റെ മറ്റേതാണ് കാണാൻ പോകുന്നത്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് +2 ടോപ്പിക്സിലെ ഫസ്റ്റ് പാർട്ട് എക്സാമിനറിൽ കണ്ടോക്കട്ടെ, അല്ലെങ്കിൽ സൈലത്തിലോ എന്തെങ്കിലും കണ്ടോക്കട്ടെ.
അപ്പോൾ ഗൈസ് ഈ സൈലത്തിൻ്റെ ക്ലാസ്സാണ് കാണുന്നത്. AK സാറിൻ്റെ ക്ലാസ് എനിക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാവും മാത്സ്. എന്തായാലും കണ്ടോ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പാർട്ട് 1. ഞാൻ ജെയിൻ്റെ ഒക്കെ കണ്ടു കഴിഞ്ഞിരുന്നത് ഒരു ബേസിക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രാത്രിയിലാണെങ്കിൽ നമ്മളിപ്പോൾ വലിയ നല്ല ടഫുള്ളൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നല്ല ഉറക്കം തൂങ്ങുന്ന ടൈമാണ്. അപ്പോൾ നല്ല എളുപ്പമുള്ള പഠിക്കും നമ്മൾ. എന്തായാലും തുടങ്ങാണ്. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് നമ്മൾ ഇനി ക്ലാസ് കാണാൻ പോകുന്നത്. രാത്രിയിൽ ഈ ലൈറ്റ് ഇട്ടിട്ട് അപ്പോൾ ഗൈസ് ഏകദേശം 11:20 ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ക്ലാസ് കഴിഞ്ഞു. ഞാൻ ഏകദേശം 1.75 എക്സിലൊക്കെ ഇട്ടിട്ടാണ് കണ്ടത്. ഇപ്പോൾ മൊത്തം അത്യാവശ്യം അറിഞ്ഞുണ്ട്, കുഴപ്പമില്ലാതെ കണ്ടു. എന്നാലും ഒരു ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ കിട്ടിയിരുന്നു. ഏതായിരുന്നത് അത് നമുക്ക് അവിടെ പറഞ്ഞു ചെയ്യേണ്ടിയിരുന്നു. ഇത് സാറ് ചെറിയ കൺസെപ്റ്റ് മുതലേ പറഞ്ഞു തരുന്നുണ്ട്, പ്ലസ് 1 മുതലേ പറഞ്ഞു തരുന്നുണ്ട്. അടിപൊളിയാണ് സാറ്. അപ്പോൾ എന്തായാലും ഇപ്പം നിർത്തുകയാണ്. ഇപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിൽക്കുകയാണ്. രാവിലെ വൈകുന്നേരം വരെ എടുത്താൽ വിചാരിച്ചിരുന്നു, പിന്നെ രാത്രി വരെ എടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക.